മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതം ആവിഷ്കരിച്ച കസ്തൂരിമാൻ എന്ന ഡോക്യുമെന്ററി സിനിമ പ്രേക്ഷകരിലേക്ക്. കാഞ്ഞങ്ങാട് ദീപ്തി സിനിമാസിൽ വെച്ച് എഴുത്തുകാരി നവീന വിജയൻ സിനിമയുടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. കവിയും ദൃശ്യമാധ്യമ പ്രവർത്തകനുമായ നാലപ്പാടം പത്മനാഭനാണ് മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതം ആസ്പദമാക്കിയുള്ള കസ്തൂരിമാൻ എന്ന ഡോക്യുമെന്ററി സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചത്. ദുബൈ എഗേറ്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പ്രമോദ് പുറവങ്കര നിർമ്മിച്ച ചിത്രത്തിൽ മഹാകവി പിയുടെ മകൾ ലീലാമാളിന്റെ മകൻ മുരളി വടയക്കുളം പിയുടെ വേഷത്തിലെത്തി. കവി നാലപ്പാടം പത്മനാഭൻ തന്നെയാണ് മഹാകവി ചെങ്ങമ്പുഴയായി അഭിനയിച്ചത്. അഭിനയം കൊണ്ടും രൂപം കൊണ്ടും ഇരുവരും രണ്ട് കഥാപാത്രങ്ങളോടും നീതി പുലർത്തിയെന്ന് പ്രേക്ഷകർ വിലയിരുത്തി. ചലച്ചിത്ര താരങ്ങളായ ഡോക്ടർ വൃന്ദാമേനോൻ, കാർത്തിക വിജയകുമാർ എന്നിവർ വിവിധ പ്രായത്തിലുള്ള കുഞ്ഞിലക്ഷ്മി അമ്മയെ അവതരിപ്പിച്ചു. ഇവരുടെ അഭിനയ പാടവവും കാണികളുടെ മുക്തകണ്ഠ പ്രശംസയ്ക്ക് പാത്രമായി. ഈ കുഞ്ഞിരാമൻ നായർ ഭൂജാതനായി. കുട്ടിക്കാലത്ത് കുഞ്ഞിരാമൻ സ്വപ്നാടകനായി ഭാവനാലോക സഞ്ചാരിയായി നടന്നു. പൂക്കളും പൂമ്പാറ്റകളും കുയിലുകളും കുഞ്ഞിരാമന്റെ കൂട്ടുകാരായി. കവിമാഷായി സ്കൂളിൽ ചേർന്ന പി മഹാകവിയായി പെൻഷൻ പറ്റി. എല്ലാവരും ഇരിക്കുക. വിഷ്ണുദേവ കിഴക്കങ്കര, പ്രിയ മാവില കണ്ടോത്ത്, അരവിന്ദൻ വെള്ളിക്കോത്ത്, രാകേഷ് ക്ലായിക്കോട്, സുധാകരൻ നായർ പുറവങ്കര, മാസ്റ്റർ അമർനാഥ്, മാസ്റ്റർ എം അദ്രത്, തേജ് ദേവ്, മീര ഗോവിന്ദരാജ് എന്നിവരും ചിത്രത്തിൽ വേഷമിട്ടു. പ്രേമൻ പയ്യന്നൂർ കഥകളി വേഷവും കലാമണ്ഡലം ലിജീഷ് കുമാർ കഥകളി ചുട്ടിയും ഒരുക്കി. ശ്യാം ഓളിയക്കാലിൻ്റെതാണ് ക്യാമറ. സഹായി അജു വള്ളിക്കോത്തും. സിജി രാജൻ കാഞ്ഞങ്ങാടാണ് സഹസംവിധാനം. ചമയം ജനൻ കാഞ്ഞങ്ങാടിൻ്റേതും കല വരദ നാരായണൻ്റേതുമാണ്. ബാലകൃഷ്ണൻ പാലക്കിയുടേതാണ് നിശ്ചല ഛായാഗ്രഹണം. കാവ്യാലാപനം രാജീവ് വെള്ളിക്കൂത്തിൻ്റെതും വിശ്വംഭരൻ വെള്ളിക്കൂത്തിൻ്റെയും അനീഷ മനോജിൻ്റേതും. മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെയും വിദ്വാൻ വി കുഞ്ഞലക്ഷ്മി അമ്മയുടെയും ഏക മകനായി ജനിക്കുക അതൊരു മഹാഭാഗ്യം തന്നെയാണ്. മറ്റ് ചെറിയ ചെറിയ ഭാഗ്യങ്ങൾ എനിക്ക് നിഷേധിക്കപ്പെട്ടത് ഒരുപക്ഷെ ഈ മഹാഭാഗ്യത്തിന് ഞാൻ പാത്രീഭൂതനായതുകൊണ്ടായിരിക്കാം. രവീനെ എടുത്തിട്ടുണ്ട്. എൻ്റെ കൈയും പിടിച്ചിട്ട് ഞങ്ങൾ നേരെ ശാന്തി മന്ദിരത്തിലേക്കാണ് പോയത്. അച്ഛൻ എല്ലാ സമയവും ആയിരിക്കും തന്നെ അതിനടുത്ത് നിലവിളിക്കുന്നുണ്ടെങ്കിൽ ചോക്ലേറ്റോ ഇത് പരിപ്പ് വടയോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ പറയും. അത് തരും എനിക്ക്. രവി നന്ന ചെറുത് അവന് നാരങ്ങ മുട്ടായിന്ന് അത് വാങ്ങിയിട്ട് അത് കൊടുക്കാൻ പറയും. വീടുകളൊക്കെ സന്ദർശിക്കാൻ അദ്ദേഹം താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നത്രേ. പിന്നെ ഞാൻ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് എന്നെ മലയാളം പഠിപ്പിച്ച എൻ്റെ അമ്മാമൻ ദിവാകരൻ മാസ്റ്റർ, അതേപോലെ എൻ്റെ ഹൈസ്കൂളിൽ എന്നെ മലയാളം പഠിപ്പിച്ച് ഞാൻ പിതൃതുല്യനെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ പിതൃ സഹോദരൻ ഗംഗാധരൻ മാസ്റ്റർ, ഇവരെനിക്ക് പിയെ കുറിച്ച് ധാരാളം അറിവുകൾ എന്നത്. എൻ്റെ നാട്ടിനെയും പുഴകളെയും പൂക്കളെയും മലകളെയും പ്രണയിച്ച മഹാകവി പി കുഞ്ഞിരാമൻ നായർ എൻ്റെ ഒരു തറവാട്ടംഗവും അതിലുപരി ഞങ്ങളുടെ നാട്ടിൻ്റെ തന്നെ ഒരു അഭിമാനവുമായിരുന്നു. ഈച്ചിക്കാനം തറവാട്, വെള്ളിക്കോത്ത്, പട്ടേൽ ഹൗസ്, കാഞ്ഞങ്ങാട്, ചിത്താരി എന്നിവിടങ്ങളിൽ വെച്ചാണ് ഡോക്യുമെന്ററി സിനിമ ചിത്രീകരിച്ചത്. കാഞ്ഞങ്ങാട് ദീപ്തി സിനിമാസിൽ വെച്ച് എഴുത്തുകാരിയും കേരള ചലച്ചിത്ര അക്കാദമി റീജിയണൽ കോർഡിനേറ്ററുമായ നവീന വിജയൻ ചിത്രത്തിന്റെ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിൽ നിന്നും ലോക സിനിമയുടെ നിലവാരത്തിലേക്ക് അഭിമാനപൂർവ്വം ഉയർത്തിക്കാട്ടാവുന്ന സിനിമയാണ് കസ്തൂരിമാനെന്ന് നവീന വിജയൻ അഭിപ്രായപ്പെട്ടു. എഴുത്ത് ജീവിതത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ സർഗാത്മക ജീവിതത്തിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണ്, ഒരു സംശയവുമില്ല. ഏറ്റവും വലിയൊരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഉപഹാരം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ജനസമ്മതനാവുക എന്നുള്ളതാണ്. വളരെയധികം സന്തോഷം. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു പ്രൊഡ്യൂസറെ അന്വേഷിക്കുമ്പോൾ യാതൊരു വിമുഖതയും ഇല്ലാതെ അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കാൻ പ്രമോദ് പുറവങ്കര എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ഒരു സർഗാത്മകതയോടുള്ള ചേർന്ന് നിൽപ്പാണ്, മാനവികതയോടുള്ള ചേർന്ന് നിൽപ്പാണ്. കസ്തൂരിമാനിന്റെ അഭിനേതാക്കൾക്കും പിന്നണി പ്രവർത്തകർക്കും ചടങ്ങിൽ ആദരവും അർപ്പിച്ചു. മാധ്യമപ്രവർത്തകൻ അരവിന്ദൻ മാണിക്കോത്ത്, ഡോക്ടർ യു ശശിമേനോൻ എന്നിവർ ആശംസകൾ നേർന്നു.
കാർത്തിക വിജയകുമാർ സ്വാഗതവും പ്രിയ മാവിലാങ്കണ്ടോത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.